Meet the editors. കാത്തിരിക്കുന്നത് വെല്ലുവിളികളോ എന്നതാണ് ചോദ്യം. ഉണ്ണിഭാഷൻ പാർട്ടിക്ക് പുതിയ ഭാരവാഹികളായി കേരളത്തിന് സന്തോഷിക്കാൻ MA ബേബി ജനറൽ സെക്രട്ടറി ആവുന്നു എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ വെല്ലുവിളികൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ആദ്യം തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട MA ബേബി സഖാവിന് എല്ലാ സ്നേഹാഭിവാദനങ്ങളും നേരുന്നു. MA ബേബി നിശ്ചയമായും തൻ്റെ ജീവിതകാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു കമ്മിറ്റഡായ സഖാവാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അദ്ദേഹം ഡിസർവ് ചെയ്യുന്ന ഒരു പോസ്റ്റിലേക്ക് തന്നെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല. എന്നാൽ താങ്കൾ ചോദിച്ചതുപോലെ കാത്തിരിക്കുന്നത് വെല്ലുവിളികളാണോ എന്നുള്ളതാണ്. വെല്ലുവിളികളാണെന്ന് മാത്രമല്ല, അതൊന്നും ചെറിയ വെല്ലുവിളികളുമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള സീതാറാം യെച്ചൂരി 2015 വിശാഖപട്ടണത്തെ പാർട്ടി കോൺഗ്രസിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതലയേൽക്കുന്നത്. 2015 സീതാറാം യെച്ചൂരി ചുമതലയേൽക്കുമ്പോൾ ബംഗാൾ CPM-ൻ്റെ കയ്യിലില്ല. പക്ഷേ 2016 പിണറായിയുടെ നേതൃത്വത്തിൽ CPM കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ സമയത്ത് തന്നെ ത്രിപുര CPM ഭരിക്കുന്നുണ്ട്. എന്നാൽ MA ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ എന്താണ് രാജ്യത്തെ സ്ഥിതി എന്ന് പറയുന്നത്? അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് നമുക്ക് ദേശീയ സാഹചര്യമാണല്ലോ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യേണ്ടത് ദേശീയ പ്രശ്നങ്ങളുമാണ്. നോക്കൂ, ഇന്നിപ്പോൾ CPM-ൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രം ചുരുങ്ങിപ്പോയിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 1951-52 രാജ്യത്തെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു, അല്ലേ? അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള AK ഗോപാലനായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ താഴേക്കാണ് കേട്ടോ വളർച്ച എന്ന് പറയുന്നത്. കേവലം 3 സംസ്ഥാനങ്ങളിലായിട്ട് ചുരുങ്ങി. അപ്പോഴും അഭിമാനിക്കാവുന്നൊരു നേട്ടം, 34 വർഷം പശ്ചിമ ബംഗാളിൽ തുടർച്ചയായിട്ട് CPM അധികാരത്തിലിരുന്നു. ഏതാണ്ട് 5 ടേം ത്രിപുരയിൽ CPM അധികാരത്തിലിരുന്നു, ഇടതുപക്ഷ മുന്നണി അധികാരത്തിലിരുന്നു. കേരളത്തെ സംബന്ധിച്ച് മാറി വരികയാണെങ്കിൽ കൂടിയും കേരളത്തിലും ഭരണമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ 2004 അന്ന് വലിയ മുന്നേറ്റമാണ് BJP രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരുന്നത്. വാജ്പേയിയുടെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിനുമായിട്ടാണ് 2004 പൊതുതെരഞ്ഞെടുപ്പിൽ BJP-യും NDA-യും ജനങ്ങളെ അഭിമുഖീകരിച്ചത്. എവിടെയും ദൃശ്യത്തിൽ പോലും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അന്ന് നിശ്ചയമായും ഒരു തുടർഭരണമാണ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. 1998 വാജ്പേയി അധികാരത്തിൽ വന്നു. 99 DMK ജയലളിതയുടെ നേതൃത്വത്തിലുള്ള DMK പിന്തുണ പിൻവലിച്ചിട്ട് 99 ഇലക്ഷനിൽ വീണ്ടും പോകുന്നു. 1 വർഷം മാത്രമാണ് അധികാരത്തിൽ നിന്നത്. അപ്പോഴും തുടർഭരണം ഉണ്ടാകുന്നു. 99 നിന്ന് 2004 വരുമ്പോഴത്തേക്കും ഏതാണ്ട് കോൺഗ്രസ് രാജ്യത്ത് അവസാനിച്ച സ്ഥിതിയാണ്. ആ സാഹചര്യത്തിലാണ് 2004 UPA അധികാരത്തിൽ വന്നത്. 2004 UPA മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുമ്പോൾ അവരെ അധികാരത്തിൽ എത്തിച്ചതാരാണ്? രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളാണ്. CPM-ആണ് അതിന് നേതൃത്വം കൊടുത്തത്. 2004 ആ സർക്കാരിനെ ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് CPM ആയിരുന്നു. CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. അന്ന് പാർട്ടിയുടെ ശക്തി എത്രയാണെന്നറിയോ? പാർലമെൻറ്റിൽ 43 MP-മാരുണ്ടായിരുന്നു. CPM-ന് ഒറ്റയ്ക്ക്. ഇടതുപക്ഷ മുന്നണിക്ക് 62 MP-മാരുണ്ടായിരുന്നു. അന്ന് 6% വോട്ടാണ് CPM-ന് രാജ്യത്തുണ്ടായിരുന്നത്. 6% വോട്ട് 2004. 2024 പൊതുതെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കിയാലുണ്ടല്ലോ, CPM-ൻ്റെ വോട്ട് ശതമാനം എത്രയാണെന്നറിയാവോ? 1.76, 1.76% CPM-ൻ്റെ ദേശീയ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ തകർച്ചയാണ്. എന്ന് മാത്രമല്ല, CPM-ൻ്റെ പാർലമെൻറ്റിലെ പ്രാതിനിധ്യം എത്രയാണ്? 4 MP-മാരാണ്. ആ 4 MP-മാരിൽ 3 MP-മാർ എവിടെ നിന്നൊക്കെയാണ്? ഒരു MP കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി രാജസ്ഥാനിലെ സിക്കാറിൽ നിന്ന് ജയിച്ചു. 2 MP-മാർ DMK-യുടെ പിന്തുണയോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചു. കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിൽ തുടർഭരണം ഉണ്ടായപ്പോഴും 2019 2024 ഒരു സീറ്റാണ് കിട്ടിയിട്ടുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ചെറിയ തിരിച്ചടിയൊന്നുമല്ല. ഞാനൊരു കണക്കെടുത്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി എത്ര MLA-മാരുണ്ട് CPM-എന്നറിയാവോ? 84 MLA-മാരാണ് ആകെ രാജ്യത്തുള്ളത്. ആ ആകെ രാജ്യത്തുള്ള 84 MLA-മാരിൽ 69 MLA-മാർ കേരളത്തിൽ നിന്നാണ്. 11 MLA-മാർ ത്രിപുരയിലുണ്ട്. 2 MLA-മാർ തമിഴ്നാട്ടിലുണ്ട്. 1 MLA ജമ്മു കാശ്മീരിലുണ്ട്. 1 MLA മഹാരാഷ്ട്രയിലുണ്ട്. കഴിഞ്ഞു. ഇതാണ് CPM-ൻ്റെ സാന്നിധ്യം. മറ്റൊരു വലിയ ട്രാജഡി ഉണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 34 വർഷം 1977 മുതൽ 2011 വരെ 34 വർഷം പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നത് CPM-ആണ്. CPM-ൻ്റെ ലോക റെക്കോർഡാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ അധികാരത്തിലിരുന്നിട്ടില്ല. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലിരുന്നിട്ടില്ല. ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം CPM ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇന്നത്തെ CPM-ൻ്റെ സ്ഥിതി എന്താ? ഒരു MP ഇല്ല. MP ഇല്ല എന്നുള്ളത് വിട്ടുകളയാം. ഒരു MLA ഇല്ല.
എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ ഒരു MLA CPM ഇല്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ പോലും ഒരു സാന്നിധ്യമല്ലാതായിട്ട് CPM പശ്ചിമ ബംഗാളിൽ മാറിയിരിക്കുന്നു. ത്രിപുരയിൽ അങ്ങേയറ്റം ദയനീയമാണ് സ്ഥിതി. കേരളം മാത്രമാണ് പ്രതീക്ഷ വെച്ച് പുറത്താവുന്ന ഒരു സംസ്ഥാനം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് CPM അഭിമുഖീകരിക്കുന്നത്. അവിടേക്കാണ് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി MA ബേബി വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒന്നാമത്തെ ബേബിയുടെ ചുമതല എന്ന് പറയുന്നത് ഈ സംഘടനയെ രാജ്യത്തുടനീളം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ബേബി കൊടുത്തിരുന്ന ആ ബൈറ്റിൽ പറയുന്നുണ്ട് 83,000-ലേറെ ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് കേട്ടോ ഇപ്പോഴും ഈ സംഘടനയ്ക്ക്. ആ ബ്രാഞ്ച് കമ്മിറ്റികളെ മുഴുവൻ സജീവമാക്കിക്കൊണ്ട് എന്താ പറയുക, ഒരു ജനകീയ അടിത്തറ വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ പാർട്ടിയെ ശക്തമാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ബേബിയുടെ മുമ്പിലുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ബേബി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ ദേശീയ തലത്തിൽ കാണുന്നത്, വളരെ അഗ്രസീവായിട്ടാണ് BJPയും NDAയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ BJP വിരുദ്ധ രാഷ്ട്രീയ ചേരിയെ ശക്തമാക്കുക എന്നുള്ള മറ്റൊരു ഉത്തരവാദിത്വവും കൂടി CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബേബിക്കുണ്ട്. എപ്പോഴും CPMന് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് രാജ്യത്ത് BJPക്കെതിരായിട്ട്. അതുകൊണ്ടാണ് BJP കമ്മ്യൂണിസ്റ്റുകളെ വലിയ ശത്രുക്കളായിട്ട് കാണുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റുകളുടെ സാന്നിധ്യം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മാത്രമായി ചുരുങ്ങിയിരിക്കുമ്പോഴും നമ്പർ 1 ശത്രുവായി BJP കാണുന്നത് CPMനെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എപ്പോഴും മതേതര ജനാധിപത്യ ആശയം ഉയർത്തിക്കൊണ്ടൊരു പൊളിറ്റിക്കലായ ബദൽ ഉണ്ടാക്കുക. ഇപ്പം നമുക്ക് കാണാമല്ലോ, നരേന്ദ്രമോദി സർക്കാരിനെ മുട്ടുവിറപ്പിച്ച സമരമായിരുന്നു കർഷക സമരം എന്ന് പറയുന്നത്, അല്ലേ? ആ കർഷക സമരം 2024 ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താ? അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും കർഷകർ നരേന്ദ്രമോദിക്കെതിരായിട്ടും NDA സർക്കാരിനെതിരായിട്ടും തിരിഞ്ഞത് 2024 വലിയ തിരിച്ചടിയായി. ആ കർഷക സമരത്തെ രാജ്യത്തുടനീളം വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് അതിനെ ഒരു വലിയ സമരമാക്കി മാറ്റുന്നതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് CPM വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതാണോ? അതേപോലെ തന്നെ സാഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രശ്നം, അല്ലേ? വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് CPM അല്ലേ? അവരൊരു ചെറിയ പാർട്ടി ആയിരിക്കുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് BJP വളരെ എന്താ പറയുക, അവരുടെ നമ്പർ 1 എനിമി കോൺഗ്രസിനെയാണ് അവർ പൊളിറ്റിക്കലി ഇലക്ട്രലി നേരിടുന്നതെങ്കിൽ പോലും ആശയപരമായി CPMനെയും ഇടതുപക്ഷത്തെയും തന്നെയാണ് BJP എപ്പോഴും വലിയ ശത്രുക്കളായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഇടതുപക്ഷ രാഷ്ട്രീയ ബദൽ, അതുപോലെ തന്നെ ഇടതുപക്ഷം മാത്രമല്ല മറ്റെല്ലാ പ്രസ്ഥാനങ്ങളുമായും ചേർന്നുകൊണ്ട് BJPക്കെതിരായ ഒരു ബദൽ തീർക്കുന്നതിന് എപ്പോഴും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള പാർട്ടി CPM ആണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ബേബിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, കോൺഗ്രസിനുള്ള സമീപനം വളരെ പ്രധാനമാണ് ഈ കാര്യത്തിനകത്ത്. നമ്മൾ പശ്ചിമ ബംഗാൾ ഘടകമുണ്ടല്ലോ, ഈ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ, പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി യോജിച്ച് നിൽക്കാതെ അവർക്ക് അവിടെ BJPയെയും അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും പ്രതിരോധിക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസുമായി സഖ്യത്തിലാണ് പശ്ചിമ ബംഗാളിൽ 2024 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതാണ് അവിടുത്തെ സാഹചര്യം. അപ്പോൾ കോൺഗ്രസിനോട് പക്ഷേ കേരള ഘടകത്തിൻ്റെ നിലപാടെന്താ? കോൺഗ്രസിനെ അകറ്റി നിർത്തിക്കൊണ്ടേ കേരള ഘടകത്തിന്, കാരണം കേരള ഘടകം ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വളരെ എന്താ പറയുക, വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരികയും അവിടെ ഒരു നിലപാടെടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇനി ബേബിക്കുണ്ട് എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ബേബിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഞാൻ കേരളത്തിൽ ഒരു 1-2 കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലും ബേബി ഒരു പ്രതിസന്ധിയെ നേരിടും. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, കേരളത്തിലെ പ്രസ്ഥാനം, അതായത് CPM കേരള ഘടകം ഒരു നവകേരള സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നവകേരള രേഖയ്ക്ക് സംസ്ഥാന സമ്മേളനം അംഗീകാരവും നൽകിയിട്ടുണ്ട്. ആ നവകേരള രേഖ പാർട്ടി കോൺഗ്രസിനും വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേ സംബന്ധിച്ച് ചില വിരുദ്ധ അഭിപ്രായങ്ങൾ പാർട്ടി കോൺഗ്രസിനകത്ത് തന്നെ മറ്റ് സംസ്ഥാന ഘടകങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? CPM മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായ ചില നിലപാടുകളിലേക്ക് കേരളത്തിലെ ഭരണം പോകുന്നുണ്ടോ എന്നൊരു പ്രശ്നം പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം. അതിനിപ്പോൾ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ, നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കും എന്നാണ്. ഇതിനൊരു മുന്നുദാഹരണമുണ്ട്. എന്താണെന്നറിയാമോ? ഈ 1999 അധികാരത്തിൽ വന്ന വാജ്പേയി മന്ത്രിസഭയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി ഉണ്ടാക്കുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു മന്ത്രാലയം തന്നെ അവരുണ്ടാക്കി. അന്ന് പറഞ്ഞിരുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, പല പൊതുമേഖലാ സ്ഥാപനങ്ങളും രാജ്യത്ത് വലിയ നഷ്ടത്തിലാണ്, അതുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി അതിനെയൊക്കെ ലാഭകരമാക്കാം, അതിനുവേണ്ടി ഓഹരി വിറ്റഴിക്കുന്നു എന്നാണ്. ഫലത്തിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ സ്വകാര്യ മേഖല കടന്നുകയറി ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുകളിലും പിടിമുറുക്കുക എന്നുള്ളതാണ്. അഥവാ ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഫലത്തിൽ നഷ്ടത്തിലാകാൻ തുടങ്ങി. അങ്ങനെ നഷ്ടത്തിലാക്കി കഴിയുമ്പോഴത്തേക്കും സ്വകാര്യ മേഖലയ്ക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനൊരു മുന്നുദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്.
അതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നതിനെ എത്രത്തോളം CPM-ന്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് പിന്തുണയ്ക്കാൻ കഴിയുമെന്നത് ഒരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെയാണ് ഈ സ്വകാര്യ വ്യവസായങ്ങൾക്ക് വൻതോതിൽ സർക്കാർ ഭൂമി വിട്ടുകൊടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനം പോകുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ പട്ടയം കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഇതിനൊക്കെ ഒരു വിശദീകരണം നൽകാൻ ബാധ്യസ്ഥമായിരിക്കുന്ന ഒരാളാണല്ലോ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ സ്വകാര്യ വ്യവസായങ്ങൾക്ക് വൻതോതിൽ സർക്കാർ ഭൂമി വിട്ടുകൊടുക്കുന്നത് ശരിയായൊരു നയമാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ദിവസങ്ങൾ വലിയ ചർച്ചയാകാൻ പോവുകയാണ്. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള തീരുമാനം, ഇതൊക്കെ ഒരു പുതിയ കേരള മോഡലായിട്ട് വരികയാണ്. ബ്രൂവറി അടക്കം വളരെ നിസ്സാരമായി അനുവദിക്കുന്നുണ്ടല്ലോ, എത്ര ബാറുകൾ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒരു നയം മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ നയം മാറ്റം ദേശീയ തലത്തിൽ ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ പലതരത്തിലുള്ള വിരുദ്ധ അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ വിശദീകരിക്കാൻ കൂടിയും ബാധ്യസ്ഥനായിട്ടുള്ള, അതിനൊരു സൈദ്ധാന്തികമായ തലം നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പം MA ബേബിയെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ചെറിയ വെല്ലുവിളിയല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആദ്യത്തെ അഭിപ്രായം അവസാനിപ്പിക്കാം. വളരെ പ്രധാനമായിട്ട് ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തൊരു പ്രശ്നം എന്താണെന്നറിയാമോ? സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഡീജനറേഷനാണ്, അല്ലേ? അഴിമതി എന്ന് പറയുന്ന പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കും. അത് കേരള ഘടകത്തിൽ മാത്രമല്ല, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ വലിയ രീതിയിൽ സംസ്ഥാന ഘടകങ്ങൾ, പാർട്ടിയുടെ ഘടകങ്ങൾ അഴിമതിയിലേക്ക് പോകുന്നു എന്നൊരു പ്രശ്നം പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഈ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതികൾ, അത്തരം അഴിമതികൾ വളരെ വ്യാപകമായിട്ട് പാർട്ടിയെ ബാധിക്കുന്നു എന്നൊരു പ്രശ്നം ഉയരുന്നു. അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ടും ക്വാറി മാഫിയയുമായിട്ടും ഒക്കെ നേതാക്കൾക്ക് ബന്ധമുണ്ടാകുന്നു എന്നൊരു പ്രശ്നം വരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ലൈംഗികമായ ആരോപണങ്ങൾ വരെ ഉയർന്നു വരുന്ന സാഹചര്യം പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു. കൽക്കട്ട പ്ലീനത്തിന് ശേഷവും പാലക്കാട് പ്ലീനത്തിന് ശേഷവും അതിലൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് തുടർഭരണം കൂടി ആയതോടുകൂടി ഈ പറയുന്ന സംഘടനാ മെഷീനറി പല രീതിയിൽ വഴിതെറ്റിപ്പോകുന്നു, ആശയവ്യതിയാനം സംഭവിക്കുന്നു, സ്വഭാവ വ്യതിയാനം സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ആ പ്രശ്നങ്ങളൊക്കെ ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും MA ബേബി നിശ്ചയമായും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യനായിട്ടുള്ള ആളാണ്. നല്ല തിരഞ്ഞെടുപ്പുമാണ്. അദ്ദേഹം നന്നായി തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും തെളിയിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വലിയ വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. പക്ഷേ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ CPM-നും അതിന് നേതൃത്വം കൊടുക്കാൻ MA ബേബിക്കും കഴിയട്ടെ എന്നാണ് ആദ്യം എനിക്ക് ആശംസിക്കാനുള്ളത്. കാത്തിരിക്കുന്നത് വെല്ലുവിളികളോ എന്നുള്ളതാണ് ചോദ്യം. കാത്തിരിക്കുന്നത് വെല്ലുവിളികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഭാരവാഹികളെ തിരഞ്ഞെടുത്ത കാര്യത്തിലായാലും പുതിയ ഭാരവാഹികൾ വന്ന കാര്യത്തിലെല്ലാം ആയാലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മാറ്റമൊക്കെയുണ്ട്. അത് മാത്രമല്ല, അതിലൊരു ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് കൂടി നടന്നിരിക്കുന്നു CC-യിലേക്ക് എന്നുള്ളതാണ്. ഇതിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ തന്നെ അത് MA ബേബിയാണോ അതോ ധാവളയാണോ എന്നുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു. അതിന്മേൽ ഒരു 1.5 മണിക്കൂർ ചർച്ച തന്നെ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് PB-യിൽ. അതിനുശേഷം MA ബേബി എന്ന പേര് പ്രകാശ് കാരാട്ട് നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ധാവളയാട്ടെ മുഹമ്മദ് സലീമിൻ്റെ പേര് പറയുന്നു. അദ്ദേഹം അത് ഞാനില്ല എന്ന് പറയുന്നു. അങ്ങനെ ബേബിയിലേക്ക് എത്തുന്നു. ബേബിക്ക് ബാക്കി എല്ലാ ഭാഗത്തു നിന്നുള്ളവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം എത്തുന്നത്. ഇനി 18-അംഗ PB-യിൽ 8 പുതുമുഖങ്ങളുണ്ട്. പിണറായിക്ക് മാത്രമേ ഇളവ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം പുതുമുഖങ്ങൾ വരുന്നു. ആരൊക്കെയാണ് വരുന്നത് എന്നതും പ്രധാനമാണല്ലോ. വിജു കൃഷ്ണൻ, R അനന്തകുമാർ ആന്ധ്രയിൽ നിന്നുള്ള പ്രതിനിധിയാണ്. വിജു കൃഷ്ണൻ കാസർഗോഡുകാരനാണ്. പക്ഷേ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. എവിടെ പ്രവർത്തിക്കുന്നു? കർഷകർക്ക് വേണ്ടി, കർഷക സമരത്തിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ്. അദ്ദേഹം വരുന്നു. പിന്നെ U വാസുകി തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധി, മറിയം ധാവളെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി. 2 വനിതാ അംഗങ്ങൾ ഒഴിഞ്ഞപ്പോൾ അവിടേക്ക് 2 വനിതാ അംഗങ്ങൾ മാത്രം വരുന്നു എന്നത് മാത്രമാണ് ഒരു സങ്കടമുള്ള കാര്യം. സുഭാഷിണി അലി പോകുന്നു, അതോടൊപ്പം തന്നെ ബൃന്ദ കാരാട്ടും പോകുന്നു. പകരം 2 വനിതകൾ മാത്രം. ഒരു മൂന്നാമതൊരു വനിതയായി KK ശൈലജ വന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവസാന നിമിഷത്തിൽ നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത പോളിറ്റ് ബ്യൂറോ അംഗം എന്ന രൂപത്തിലും അത് അഭിമാനകരമായിരുന്നു. ഇപ്പോൾ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടുതൽ വനിതാ പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കില്ലല്ലോ, ഞങ്ങൾക്കിതാ ഇത്രയും വനിതാ അംഗങ്ങൾ, ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്ത് തന്നെ വനിതാ അംഗങ്ങൾ എന്ന് അവരെ കാണിച്ച് കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വനിതാ പ്രാതിനിധ്യം ഉയർത്തി ഒരു സന്ദേശം നൽകുക എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതിലേക്ക് കടക്കാൻ വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്താതിരുന്നത്. അങ്ങനെ ജനറൽ സെക്രട്ടറി വന്നു. അല്ല, ഞാൻ പറഞ്ഞ വനിതയെ വിജയരാഘവൻ, MV ഗോവിന്ദൻ അതാണ് കേരളത്തിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടായിരിക്കാം കൂടുതൽ അത് കൊടുക്കാതെ. ഏതായാലും 2 എന്ന എണ്ണം 3 ആക്കാൻ കഴിഞ്ഞിട്ടില്ല പോളിറ്റ് ബ്യൂറോയിൽ വനിതകളുടെ കാര്യത്തിൽ എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. ഇനി MA ബേബിയെ പറ്റി പറയുകയാണെങ്കിൽ 5 പതിറ്റാണ്ടിൻ്റെ സംഘടനാ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിന് ഈ പ്രത്യയശാസ്ത്ര
ശാസ്ത്ര അവഗാഹം മാത്രമല്ല, കലാ സാംസ്കാരിക രംഗത്ത് സംഗീതം, ഫുട്ബോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖലകളാണ്. ഈ സ്വരലയ എന്ന സംഘടന നമ്മൾ കുറേ കാലമായി കേൾക്കുന്നു, അതിൻ്റെ തലപ്പത്ത് കുറേ കാലമായി എം എ ബേബി ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം വ്യത്യസ്തനാണ്. ഇനി ഈ പറഞ്ഞ CC-യിൽ നടന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഉൾപാർട്ടി ജനാധിപത്യമില്ലാത്ത പാർട്ടി എന്ന് എപ്പോഴും CPM-നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പരിഹസിക്കാറുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതിലൊരു വ്യത്യസ്തമായി ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിലുണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊരു CC-യിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് DL കാരാട് പുറത്ത് മാധ്യമങ്ങളോട് പറയുകയാണ്. അത് ഒരംഗം പറയുമ്പോൾ അത് അങ്ങനെ പറയുമോ എന്നുള്ളൊരു സംശയം, അത് പാർട്ടി പുറത്തു വന്ന് ആ രൂപത്തിൽ തന്നെ പ്രതികരിക്കുമോ എന്നുള്ള സംശയം, അതൊക്കെ തീർത്തുകൊണ്ട് പിന്നീട് എം എ ബേബി തന്നെ പറയുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് കിട്ടിയ വോട്ടടക്കം 31 വോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയുന്നു. എം എ ബി പറയുന്നു ഇത് നടാടെയാണ് ഇങ്ങനെയൊരു മത്സരത്തിലേക്ക് പോകുന്നതെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായ കാര്യം അതിൽ സംഭവിച്ചിരിക്കുന്നു. ഒരു അംഗത്തിന് എതിരഭിപ്രായമായാലും അല്ലെങ്കിൽ 2 അംഗങ്ങളുടെ ആന്ധ്രയിൽ നിന്നും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു, ആന്ധ്രയിൽ നിന്നല്ല UP-യിൽ നിന്നും. അപ്പോൾ 2 അംഗങ്ങളുടെ എതിരഭിപ്രായമായാലും ഒരു മത്സരത്തിലേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. അത് പിന്നീട് ഒരു വിഭാഗീയതയായി മാറാതെ അതിനെ അംഗീകരിച്ചുകൊണ്ട് വോട്ടെടുപ്പ് നടക്കുന്നു. ഈ പുറത്തു വന്ന ആൾ പറഞ്ഞതും, ഈ DL കാരാട് എന്ന സഖാവ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞതും, ഇനി ഇത് വരുന്ന റിസൾട്ടിനെ ഞാൻ അംഗീകരിക്കുമെന്നും ഈ ജനറൽ സെക്രട്ടറിയോട് എനിക്ക് ആരായാലും യോജിപ്പാണ് എന്നുള്ളതുമാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ കാണുന്നത്. അപ്പം BJP-യുടെ തെരഞ്ഞെടുപ്പ് നമുക്കിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടാണല്ലോ, കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു, ഇവിടെ നോമിനേഷൻ ഒരാൾ മാത്രം കൊടുക്കുന്നു, അങ്ങനെ തീരുമാനമാകുന്നു. ആ തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുമാനമാണെന്നെങ്കിൽ പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ തരത്തിൽ വിമർശിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ ഈ തരത്തിൽ കുറച്ചുകൂടി ജനാധിപത്യപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് തെളിയിക്കാൻ ഏതായാലും CPM-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രാജ്യത്ത് ജനാധിപത്യ പാർട്ടികളും ഇപ്പോൾ ഇടത് പാർട്ടികളും ഒക്കെ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് CPM ഈ പറഞ്ഞ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞു വന്ന് എത്രത്തോളം MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട് എന്നുള്ള കണക്കൊക്കെ വരുമ്പോൾ തുലം തുച്ഛമാണ്, കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ എന്നുള്ള സാഹചര്യം നിൽക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഇനി ഇപ്പോൾ ഈ പറയുന്ന ഈ പാർലമെൻറ്റിലും സംസ്ഥാനങ്ങളിലും ഒന്നും പ്രാതിനിധ്യമില്ല എങ്കിലും എവിടെയാണ് ഈ പ്രാതിനിധ്യം കാണിക്കേണ്ടത്? സമരങ്ങളിൽ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്നതിൽ എത്രത്തോളം CPM മുന്നോട്ട് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയുണ്ട്, വർഗീയ ഭ്രാന്തിനെതിരെ പ്രതികരിക്കാം. പലപ്പോഴും ഹിന്ദുത്വത്തിനെതിരായ പ്രതികരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി എത്തുന്നത്. അപ്പോൾ എം എ ബേബി അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു കാത്തിരിക്കുന്ന ഒരു കൗതുകമാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ രൂപത്തിൽ BJP-ക്കെതിരായ ദേശീയ തലത്തിൽ ഒരു വിശാല രാഷ്ട്രീയ യോജിപ്പിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് യെച്ചൂരിയൊക്കെ നടത്തിയിരുന്നത് പോലെ, അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഏകോപനത്തിൻ്റെ ഒരു റോൾ ഉണ്ടായിരുന്നു CPM-ന്. ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ആ രൂപത്തിൽ നടത്തിയിരുന്ന ഏകോപനം, ആ ഏകോപനത്തിലേക്ക് പോകാൻ എം എ ബേബിക്ക് സാധിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ആ രൂപത്തിൽ എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ്. പ്രതികരണങ്ങളിൽ ഒരു മിതത്വവും ഒരു പക്വതയും കാണിക്കുന്ന നേതാവാണ്. അപ്പോൾ ആ രൂപത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നതും കാത്തിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ തന്നെ കോൺഗ്രസുമായി എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ BJP-ക്കെതിരായ നിലപാടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആ യോജിപ്പ് സാധ്യമാകുക എന്നുള്ളത് ഒരു ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനം കൂടിയാണ്. അതിൽ ഈ കേരള ഘടകത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം പലപ്പോഴും എം എ ബേബിക്ക് പിണറായി വിജയൻ്റെ അതേ നിലപാടൊന്നുമല്ല പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലും അദ്ദേഹം അതിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ കോഴിക്കോട് UAPA ചുമത്തിയപ്പോഴപ്പോൾ ഒക്കെ അദ്ദേഹം വ്യത്യസ്ത നിലപാട് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾക്ക് ഓർമ്മയുള്ളതാണ്. അതോടൊപ്പം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ രണ്ടാം മുണ്ടശ്ശേരി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരം മതമില്ലാത്ത ജീവൻ എന്ന ഒരു പാഠമായിരുന്നു. അത് വലിയ ചർച്ചയായി, അത് മതമൗലികവാദികളുടെ എതിർപ്പിന് പോലും ഇടയാക്കി. ഇന്നത്തെ കാലത്ത്, ഇപ്പോൾ കാലം പിന്നോട്ട് നടക്കുന്ന ഈ കാലത്ത് അത്തരം പ്രതികരണങ്ങൾ അദ്ദേഹം എത്രത്തോളം ശക്തമായി നടത്തുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവിൽ ഒരു ഉദാരമായ വാശിയില്ലാത്ത സമീപനം എടുക്കുന്ന ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പാർട്ടിയിൽ ചില ഘട്ടങ്ങളിൽ വ്യത്യസ്ത സമീപനം എടുക്കുന്നു. ആലപ്പുഴയിൽ വിഭാഗീയത രൂക്ഷമായപ്പോൾ അദ്ദേഹം അവിടെ താൽക്കാലിക ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അല്ലേ. പിന്നെ കൊല്ലത്ത് അദ്ദേഹം മത്സരിച്ചപ്പോഴാണ് ഈ പ്രേമചന്ദ്രനെ പിണറായി വിജയൻ്റെ പരനാറി പ്രയോഗം ഉണ്ടായത്. അത് എം എ ബേബിയുടെ പരാജയത്തിന്
പരാജയത്തിന് കാരണമായി എന്നൊരു വിലയിരുത്തൽ പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ പാർട്ടിയുടെ യോജിച്ചുള്ള നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന നേതാവ് തന്നെയാണ്. സ്ഥാനം രാജിവെക്കുന്ന നിലപാടെടുത്ത ആളാണ്. അതായത് പാർലമെന്റിൽ മത്സരിച്ച് പ്രേമേന്ദ്രനോട് തോറ്റപ്പോൾ MLA സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന്, അന്ന് കുണ്ടറ MLA ആണ് അദ്ദേഹം, അതെ അന്ന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പിന്നീട് പാർട്ടി അനുനയിപ്പിക്കുകയാണ് ചെയ്തത്. ശരി, പൊതുവിൽ പാർട്ടിയുടെ നിലപാടിനോട് യോജിച്ചാണ് പുറത്ത് പ്രതികരിക്കാറ്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ഈ വ്യത്യസ്തമായ നിലപാടിന്റെ ഭാഗമായുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന നേതാവാണ്. ഉൾപാർട്ടി സമരങ്ങളിൽ ഔദ്യോഗികപക്ഷത്തോടൊപ്പം നിലനിന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഉൾപാർട്ടി സമരങ്ങളിൽ എപ്പോഴും VS പിണറായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പിണറായിക്ക് മുൻപ് കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. 88-ൽ എത്തിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷമാണ് പിണറായി വിജയനും കോടിയേരിയും എത്തുന്നത്. അപ്പോൾ ബേബിയേക്കാൾ മുന്നിൽ ഇവരൊക്കെ തന്നെയും പൊളിറ്റ് ബ്യൂറോയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ MA ബേബിയെ കാത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി എന്ന പദം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ഒരുമിച്ച് നേരിടുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലേ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ബംഗാളിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബേബിയുടെ നേതൃത്വത്തിൽ MA ബേബിയുടെ നേതൃത്വത്തിൽ അതിനെ എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുക പാർട്ടി എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസിനെ എതിരിടുമ്പോൾ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണം. അതൊക്കെ ഈ പ്രത്യയശാസ്ത്ര രൂപത്തിൽ അത് വിശദീകരിക്കേണ്ടി വരും. അത് അദ്ദേഹത്തിന് വിശദീകരിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. പക്ഷേ ഇവിടുത്തെ ഘടകം അത് എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഏതായാലും യോജിപ്പിൻ്റെ ഒരു രീതിയിലായിരിക്കും അദ്ദേഹം പോവുക എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വളരെ പോസിറ്റീവായി തന്നെ സമാപിച്ചിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാത്തിരിക്കുന്നത് വെല്ലുവിളികളാണ്. ആ വെല്ലുവിളികളെ നേരിടാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ടാകട്ടെ. സുജയ, MA ബേബി പാർട്ടിയെ നയിക്കാൻ എത്തുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനലബ്ധി കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറച്ച് വൈകിപ്പോയ ഒരു സ്ഥാനലബ്ധിയാണ് ഇതെന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ടേം അവസാനിക്കുമ്പോൾ, അടുത്ത പാർട്ടി കോൺഗ്രസ് ആകുമ്പോൾ അദ്ദേഹത്തിന് 74 വയസ്സാവുകയാണ്. അതായത് ഒരു തുടർച്ച ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയേക്കാനുള്ള സാധ്യതയുമില്ല. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ തന്നെ ഇനി അങ്ങോട്ട് നയിക്കും എന്ന് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല, 3ാം തുടർ ഭരണത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പ്രായപരിധിയിലെ ഇളവ് ലഭിച്ചിരിക്കുന്നത്. മറ്റാർക്കും ലഭിക്കാത്ത ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന കാര്യവും അതുപോലെ തന്നെ തുടർഭരണ സാധ്യതയും മുൻനിർത്തി കൊടുക്കുകയാണ്. ഇവിടെ 55 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കരുത്ത് MA ബേബിക്കുണ്ട്. പക്ഷേ എത്രത്തോളം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. രാജ്യസഭയിലേക്ക് അതുപോലെ തന്നെ നിയമസഭയിലേക്ക് ഒക്കെ എത്തിയപ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൈദ്ധാന്തികൻ എന്നുള്ള ഒരു പ്രതിച്ഛായയോടുകൂടി MA ബേബിയെ നമ്മൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകളും ഒക്കെ നമ്മൾ കണ്ടിരിക്കുമ്പോഴും പാർട്ടി എത്രത്തോളം MA ബേബിയെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്കൊക്കെ വരുന്നത് ഇപ്പോഴുള്ള ഈ പല നേതാക്കളും PBയിൽ എത്തുന്നതിന് മുൻപ് തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം PBയിൽ എത്തുന്നതിന് മുൻപ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയ ആളാണ് MA ബേബി. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി ലൈനുമായി നമ്മൾ നോക്കുമ്പോൾ CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്ന 3ാമത്തെ SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ് MA ബേബി. പ്രകാശ് കാരാട്ടിൽ നിന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നത് MA ബേബിയാണ്. MA ബേബിയിൽ നിന്നാണ് സീതാറാം യെച്ചൂരി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നത്. പക്ഷേ അവർ രണ്ടുപേരും PBയുടെ തലപ്പത്തേക്ക് എത്തി, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ എത്തി എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് MA ബേബിയെ തേടി ഈ സ്ഥാനലബ്ധി എത്തുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്രയും കാലം കഴിവുണ്ടായിരുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം പാർട്ടി ഉപയോഗിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ ഈ PBയിലെ പുതിയ ആളുകളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ചയായി എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിൽ ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ മുഹമ്മദ് സലീം, ഇവർ രണ്ടുപേരുമല്ലാതെ ഈ പ്രായോഗിക രാഷ്ട്രീയം, ഇന്ത്യ മുന്നണി അടക്കമുള്ള ഈ മുന്നണികൾ, അതുപോലെ പലതരത്തിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആശയരൂപീകരണങ്ങൾ, അതിൻ്റെയൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള എത്ര പേർ ഇപ്പോഴത്തെ PBയിലുണ്ട്? കാരണം ഈ ഒഴിഞ്ഞു പോകുന്ന ആളുകൾ ആരും ചെറിയ ആളുകളല്ല, ബിഗ് ഷോട്ട്സ് ആണ്. ഈ ഒഴിവ് നികത്തുക എന്ന് പറയുമ്പോൾ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഉണ്ടായ ഒഴിവ് പ്ലസ് 6 ഒഴിവുകളാണ് ഉണ്ടായത്. അതിലേക്കാണ് പുതിയ ആളുകൾ 7 പേർ വരുന്നത്. അപ്പോൾ ഈ പയറ്റിത്തെളിഞ്ഞ ആ ഒരു രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് അവർക്ക് ഇനിയിപ്പോൾ അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. കാരണം പുറമേ നിന്ന് ചെയ്തതുപോലെയും പൊളിറ്റ് ബ്യൂറോയിൽ നേരത്തെ മുതൽ തുടർന്നിരുന്നവർ കണ്ടിന്യൂവേഷനായി കൊണ്ടുപോകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ പരിചയ സമ്പന്നതയിലേക്ക് അവർക്ക് എത്തിച്ചേരണം. അതൊരു പ്രതിസന്ധിയായി തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുണ്ട്. കാരണം സീതാറാം യെച്ചൂരി, ഞാൻ ബിഗ് ഷോട്ട്സ് എന്ന് പറയാൻ കാരണം സീതാറാം യെച്ചൂരി ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോ നമ്മൾ എടുത്തു നോക്കണം. സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, അതിൽ സീതാറാം യെച്ചൂരിയുടെ മരണം സംഭവിക്കുന്നു. മറ്റു 3 പേരും ഉണ്ട്. ആ 3 പേർ ഒന്നിച്ചു മാറുകയാണ്. ആ ഒന്നിച്ചു മാറുമ്പോഴുണ്ടാകുന്ന വിടവ് അത് പാർട്ടിക്ക് അത്ര പെട്ടെന്ന് നികത്താൻ കഴിയുമോ? ക്ഷണിതാക്കളായി അവരുണ്ട്. സ്വാഭാവികമായും അവരുമായിട്ടൊക്കെ ആലോചിച്ച് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദം ആയിരിക്കും തീരുമാനങ്ങളൊക്കെ MA ബേബി ആയാലും എടുക്കുക എന്നത് നമുക്കറിയാം. എങ്കിൽ പോലും ഈ പുതിയ ആളുകൾക്ക് എത്രത്തോളം അവരുടെ ആ ഒരു കഴിവിനെ
നേതാവിന് അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തിക്കൊപ്പം എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ബിജു കൃഷ്ണൻ അടക്കമുള്ള ആളുകൾ മറ്റൊരു തരത്തിൽ ഇവരെക്കാളും മികച്ചവരാണ്, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു സംഘാടന ശേഷിയുള്ള ആളുകളാണ്. കാരണം ഈ വർഗ ബഹുജന സംഘാടനമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പലതരത്തിലുമുള്ള നയവ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അപ്പോൾ ഈ തൊഴിലാളി സമരങ്ങൾ, ബിജു കൃഷ്ണനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷക സമരമടക്കം ഈ തൊഴിലാളികൾക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, അതായത് അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന് വന്ന ആളുകൾ അവർ PB-യിൽ ഉണ്ട് എന്നത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഈ പുതിയ PBA 18-അംഗ PBA നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ വർഗരാഷ്ട്രീയ നിലപാടുകളിലെ ക്ലാരിറ്റിയും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം MA ബേബി നയിക്കുന്ന ഒരു പാർട്ടി, അപ്പോൾ MA ബേബിയുടേതായ നിലപാടുകൾ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നവരാകണം എന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു യെച്ചൂരി ലൈനുമായി ചേർന്ന് നിൽക്കുന്നതാണ് MA ബേബി ലൈൻ എന്ന് പറയുന്നത്. പ്രകാശ് കാരാട്ട് ലൈൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോവുക, ഈ പുതിയ ആളുകൾ തമ്മിൽ ആ രീതിയിലുള്ള ഒരു വർഗരാഷ്ട്രീയ നിലപാടുകളിലെ ആശയപരമായ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നതാണ് പാർട്ടി ഇപ്പോൾ അടിയന്തരമായി ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം സംഘം ചേർന്നെടുക്കേണ്ട തീരുമാനത്തിൽ ആ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് MA ബേബിയുടെ മുന്നിലുള്ള സംഘടനാ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി വരിക. ഭിന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഭിന്ന നിലപാടുകൾ ഒരേ വിഷയത്തിൽ തന്നെ ഉള്ള പാർട്ടി നിലപാടുകൾ എന്നതിനൊപ്പം തന്നെ വ്യക്തിപരമായി പല അഭിപ്രായങ്ങളും ഉള്ള ആളുകൾ കൂടി ഇതിന്റെ ഭാഗമായി വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നരേന്ദ്രമോദിയെ എതിർക്കുക, BJPയെ എതിർക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര സിമ്പിളായ കാര്യമല്ല. അതിന് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ടാകും എന്നതുകൂടി ഒരു വിഷയമായി നിൽക്കുകയാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ CPIM-ന്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കണം. CPM എന്ന പാർട്ടി ഇറ്റ് ഡസ് എക്സിസ്റ്റ് എന്ന് ഓരോ തവണയും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം. അതിന് അത്ര അപ്പീലുള്ള, അത്രയും ഒരു ആൾബലം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ അത്രത്തോളം ഒരു സാന്നിധ്യമായി മാറാൻ MA ബേബിക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനായി നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഹർകിഷൻ സിംഗ് സുർജിത്ത് അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ഇവരെ പോലെ പോർട്ട്ഫോളിയോ ഉള്ള ഒരാൾ ഇപ്പോൾ നിലവിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. ആ രീതിയിലേക്ക് അങ്ങനെ ദേശീയ തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഓഫ് കോഴ്സ് ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുന്നില്ല, മുഹമ്മദ് സലീമിനെയും ഞാൻ കുറച്ച് കാണുന്നില്ല, പക്ഷേ ഹർകിഷൻ സിംഗ് സുർജിത്ത് അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി എന്തായിരുന്നോ ദേശീയ രാഷ്ട്രീയത്തിൽ, മുന്നണി രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിലൊക്കെ സീതാറാം യെച്ചൂരിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ അടക്കം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ ഉള്ള ആരാണ് CPIM-ന് ദേശീയ തലത്തിൽ ഒരു ഫിഗറായി ചൂണ്ടിക്കാട്ടാൻ ഉള്ളത്? പ്രകാശ് കാരാട്ട് ക്ഷണിതാവായി മാറിയിരിക്കുന്നു. അപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയിൽ അങ്ങനെയുള്ള ആരാണുള്ളത് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇവിടെ ബിജു കൃഷ്ണനെ കുറിച്ചും അരുൺകുമാറിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതുതായി വന്നവരിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള രണ്ട് നേതാക്കൾ അവരാണ്. അതായത് അവർക്ക് ഈ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി അവർ രണ്ടുപേരും പാർട്ടിയുടെ ഈ നേതൃനിരയിലേക്ക്, പൊളിറ്റ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും ഒക്കെ എത്തിയതിന് സമാനമായി തന്നെയാണ് ബിജു കൃഷ്ണനായാലും അരുൺകുമാർ ആയാലും പാർട്ടിയുടെ ഈ മേൽ ഘടകങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് നമുക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവ ലൈനാണ്. ആ ഒരു ലൈനിൽ പോകുന്ന രണ്ട് നേതാക്കളാണ്. തീപ്പൊരിയായി തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രണ്ട് വ്യക്തികളുമാണ്. അതായത് ഇവരുടെ ഒരു കോംബോ, കാരാട്ട് യെച്ചൂരി കോംബോ എങ്ങനെയായിരുന്നു അവരുടെ ആദ്യ കാലഘട്ടത്തിൽ 80കളിൽ എങ്ങനെയായിരുന്നു അതേ രീതിയിലാണ് 80കളിലും 90കളിലും കാരാട്ട് യെച്ചൂരി ലൈൻ എങ്ങനെ പോയോ അതേ രീതിയിൽ ബിജു കൃഷ്ണനും അരുൺകുമാറിനും പാർട്ടിയുടെ ഈ മേൽത്തട്ടിൽ ഇരുന്നു കൊണ്ട് നയരൂപീകരണത്തിലടക്കം ഇടപെടാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് സൈദ്ധാന്തിക അടിത്തറ സ്ട്രോങ് ആക്കാൻ ഈ രണ്ട് നേതാക്കൾ, പ്രകാശ് കാരാട്ടും യെച്ചൂരിയും ഇല്ലാത്ത PB-യിൽ ഈ രണ്ടുപേരുടെ സാന്നിധ്യം ഗുണകരമാകും എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. തെറ്റാണെങ്കിൽ ഉണ്ണിസാറിന് തിരുത്താം. അങ്ങ് കുറച്ചുകൂടി പൊളിറ്റ് ബ്യൂറോ ഒക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാണല്ലോ. MA ബേബിയെ കുറിച്ചിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2012 മുതലാണ് MA ബേബി പൊളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത്. 2012 എത്തുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുന്നത് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ അത് കേരളത്തിലെ സഖാക്കൾക്കടക്കം ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. വൈകിപ്പോയി എന്നൊരു പരിഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ ഒരു സംഘടനാപരമായി എല്ലാവരെയും ഒരേ ലൈനിലേക്ക് കൊണ്ടുവരിക എന്നതൊരു വെല്ലുവിളിയാണ്. കാരണം ബംഗാൾ ലൈനല്ല കേരള ലൈൻ. കേരളത്തിൽ നിന്നുള്ള ഒരാൾ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ബംഗാൾ ലൈനുമായി അതെങ്ങനെ ചേർന്ന് പോകും എന്നതൊരു പ്രശ്നമാണ്. ബംഗാളിലെ സഖാക്കൾ പൂർണ്ണമായും MA ബേബി സെക്രട്ടറി ആകുന്നതിനെ അംഗീകരിച്ചതല്ല. വോട്ടിനിടുമ്പോൾ എങ്ങനെയാണ് ആ വ്യതിയാനം വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് യുണാനിമസായി തെരഞ്ഞെടുത്ത ആളല്ല MA ബേബി എന്നത് സൂചിപ്പിക്കാനാണ് ഞാനിത് വ്യക്തമാക്കിയത്. ഇവിടെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ത്രിപുരയിൽ MLA ഉണ്ടെങ്കിലും പാർട്ടിയുടെ സംഘടനാ സംവിധാനം ആകെ ശോഷിച്ച് കിടക്കുകയാണ്, തളർന്നു കിടക്കുകയാണ് പാർട്ടി. അവിടെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പശ്ചിമ ബംഗാളിലും അതെ. പശ്ചിമ ബംഗാളിൽ സഖ്യമായി മത്സരിക്കാൻ നോക്കിയിട്ട് പോലും BJPയുടെ മുന്നിലോ തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നിലോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നത് കേരളത്തിൽ നിന്നുള്ള, കൊല്ലത്ത് നിന്നുള്ള നേതാവായ MA ബേബിക്ക് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ. ഇനി BJP ബദൽ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന കൂട്ടായ്മയാണല്ലോ. ഇന്ത്യ മുന്നണി കൂട്ടായ്മയിൽ നേരത്തെ ഏകോപന
സമിതിയിലടക്കം വേണ്ട എന്ന തീരുമാനമാണ് എടുത്തത്. അത് മാറ്റണോ? ഏകോപന സമിതിയിലടക്കം നമ്മളൊരു സാന്നിധ്യമായി ഉണ്ടാകണോ? ആ കാര്യത്തിലും MA ബേബിയുടെ ലൈൻ എന്തായിരിക്കും എന്നതറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കാരണം നയരൂപീകരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഏകോപന സമിതിയിൽ CPIM-ന്റെ ഒരു പ്രതിനിധി വേണ്ടേ? ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയായിരിക്കും എത്തുക? യെച്ചൂരിക്ക് വേണമെന്നായിരുന്നു, പക്ഷേ ഇപ്പുറത്തുള്ള മറ്റൊരു തീരുമാനത്തിലേക്ക് പോയത് കൊണ്ടാണ് ഏകോപന സമിതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നത്. അപ്പോൾ MA ബേബി ഏത് ലൈൻ പിടിക്കും എന്നത് ആ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. CPIM-ന്റെ റോൾ എങ്ങനെയാണ്? ആക്റ്റീവ് റോളാണോ അതോ UPS സർക്കാരിനെ UPS സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചതുപോലെ ഏകോപന സമിതിയെയും പുറത്തുനിന്ന് പിന്തുണച്ചാൽ മതിയോ? ആ കാര്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി ഈ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടി ശോഷിച്ചു കിടക്കുകയാണ്. ഭരണം തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് ഒരു കുറേ കാലത്തേക്ക് എന്തായാലും നോക്കേണ്ടതില്ല. കുറച്ച് സീറ്റുകളെങ്കിലും പിടിക്കുക എന്നതാണ് അദ്ദേഹത്തിന് നോക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റാണ്. കേരളത്തിൽ ഭരണ തുടർച്ചയിലേക്ക് എത്തുക എന്ന് പറയുന്നത് CPIM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയിൽ ഒരിടത്തും അധികാരത്തിലില്ലാത്ത കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. CPIM K ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു K പാർട്ടിയല്ല, അതൊരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ് എന്ന രീതിയിൽ പ്രസൻസ് കൊണ്ടുവരണമെങ്കിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പണിയെടുക്കണം. അതുപോലെ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായേ പറ്റൂ. MA ബേബി കൂടി പാർട്ടി സെക്രട്ടറിയായി വരുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ഭരണം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നാണക്കേടാകും. അതുകൊണ്ട് കേരളത്തിൽ ഭരണ തുടർച്ച എന്ന് പറയുന്നത് അവർക്കൊരു മസ്റ്റ് ഹാവ് ആണ്. അവർക്ക് കിട്ടിയാൽ കിട്ടിയെന്നുള്ളതല്ല, അവർക്ക് കിട്ടിയേ തീരൂ. കിട്ടിയില്ലെങ്കിൽ പിന്നെ പാർട്ടിയില്ല. രാജ്യത്ത് ഒരിടത്തും ഭരണമില്ലാത്ത ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനം എന്നേ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനോടുള്ള ലൈൻ, അത് യെച്ചൂരിയുടെ ലൈനാണോ MA ബേബി സ്വീകരിക്കാൻ പോകുന്നത്? പശ്ചിമ ബംഗാളിൽ സഖ്യമായി മത്സരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നാധിഷ്ഠിത വിഷയാധിഷ്ഠിത പിന്തുണ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അതിനെ ചർച്ചകളെ കൊണ്ടുപോകുന്ന ഒരു ലൈനൊക്കെയാണ്, അല്ലെങ്കിൽ ഉരുണ്ട് കളിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ലൈൻ ഇന്ത്യ മുന്നണിയിൽ അതുപോലെ തന്നെ കോൺഗ്രസുമായുള്ള സഖ്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ എടുക്കണം. കേരളത്തിൽ കോൺഗ്രസുമായി പ്രഖ്യാപിത ശത്രുവായി UDF LDF സംവിധാനമായി നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ MA ബേബിയെ പോലെ ഒരാൾക്ക് കേരളത്തിൽ നിന്നുള്ള നേതാവിന് എങ്ങനെ അതിനെ വിശദീകരിക്കാൻ സാധിക്കും? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബംഗാളി നിങ്ങൾ ഒന്നിച്ചല്ലേ എന്ന് പറയുന്ന ആ ഒരു വാദത്തെ എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ 20ാമത്തെ പാർട്ടി കോൺഗ്രസിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി 24ാം പാർട്ടി കോൺഗ്രസിൽ CPIM-ന്റെ ജനറൽ സെക്രട്ടറിയായി മാറുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ അത്ര ഒരു പട്ടുമെത്തയൊന്നും കിടപ്പില്ല എന്നതാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് മുന്നിലുള്ള റോഡെന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരുപാട് മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ അദ്ദേഹത്തെ നല്ലതുപോലെ പിന്തുണച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ വെല്ലുവിളികളൊക്കെ മറികടന്ന് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പശ്ചിമ ബംഗാൾ ഘടകത്തെ ആദ്യം വിശ്വാസത്തിലെടുക്കണം. നിങ്ങളിലെ കൂടി കേൾക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് ഞാൻ എന്ന ഒരു തോന്നലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അല്ലാതെ കേരളത്തിലെ പാർട്ടി, കേരളത്തിലെ തീരുമാനങ്ങൾ, പ്രകാശ് കാരാട്ടിനോടുള്ള അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ കേരള ഘടകത്തിൻ്റെ തീരുമാനങ്ങൾ അതേപടി ആവർത്തിക്കുകയാണ് കാരാട്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ. അപ്പോൾ MA ബേബി കേരളത്തിൽ നിന്ന് തന്നെയുള്ള, പ്രകാശ് കാരാട്ടിന് കേരള റിലേഷനെ പറയാൻ പറ്റുള്ളൂ, പക്ഷേ MA ബേബി കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. 55 കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ DL കരാടിൻ്റെ മത്സരം നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി അദ്ദേഹം CITU-വിൻ്റെ മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡന്റും CITU-വിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ്. തൊഴിലാളി വർഗ പാർട്ടിയിൽ നിന്ന് CPIM-ന്റെ നയവ്യതിയാനം, സ്വകാര്യ മേഖല തുടങ്ങി പല കാര്യങ്ങളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് DL കരാട് വന്നിട്ട് പറയുന്നത് എന്താണ്? അവിടെ തൊഴിലാളി വർഗത്തിന്, ഞങ്ങൾക്ക് ട്രേഡ് യൂണിയൻസിന് ഉള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മത്സരം. അപ്പോൾ ഒരു ചോദ്യം വരും, 750 വോട്ടിലാകെ നിങ്ങൾക്ക് 31 വോട്ടല്ലേ കിട്ടിയുള്ളൂ, അപ്പോൾ ഒരുപാട് പേരുടെ പിന്തുണയുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് സംഘടിതമായ ഒരു പാനലായി നിൽക്കുമ്പോൾ ആ പാനലിന് വോട്ട് ചെയ്യുക എന്നതാണ് CPIM-ന്റെ ഒരു പിന്തുടർന്ന് വരുന്ന രീതി. അപ്പോൾ ഈ എതിരഭിപ്രായം ഉണ്ടായ ആൾക്കൊപ്പം ശക്തമായി നിൽക്കാൻ എത്ര പേർ തയ്യാറാകും, അതിന് എത്ര പേർ ധൈര്യം കാട്ടും എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഈ 31 വോട്ട് കിട്ടിയെന്നത് എതിരഭിപ്രായമുള്ളവർ ഉണ്ട്, പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. UP മഹാരാഷ്ട്ര ഘടകങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ DL കരാട് നൽകുന്ന ആ ഒരു സൂചന അത് MA ബേബി കാര്യമായി തന്നെ കാണേണ്ടതുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, അണികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. ഇനി ഈ പലസ്തീന ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കഫിയ അണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു സോളിഡാരിറ്റി പ്രഖ്യാപനമൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഓരോ വിഷയങ്ങളിലും എടുക്കേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒരു സെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല പാർട്ടി എന്ന് MA ബേബിക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹം ഇവിടെ മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ രാജ്യസഭാംഗമായിരിക്കുമ്പോഴോ എടുത്തതുപോലെയല്ല, പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് അദ്ദേഹത്തിന് എടുക്കേണ്ടി വരിക. അതിന് അദ്ദേഹം കൂടുതൽ ആംഡ് ആകേണ്ടിയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് കൂടുതൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് പാർട്ടിയിൽ നിന്ന് തന്നെ കിട്ടേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ ഇപ്പോൾ ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പ് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ലഭിച്ചതുപോലെയുള്ള വോട്ട് ശതമാനം ഒന്നുമല്ല ഇനിയുള്ള സ്ഥലങ്ങളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം സ്വന്തമാക്കി കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം പാർട്ടിയുടെ, അതായത് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പോയി ഇരിക്കാൻ പോകുന്ന ഓഫീസ് ഇരിക്കുന്ന ഇടത്തടക്കം എല്ലായിടത്തും കൂടെ ആകെ കിട്ടിയത് 1%
താഴെയാണ്. 0.01 മറ്റുമാണ് ഡൽഹിയിൽ ആകെ CPM-ന് കിട്ടിയിരിക്കുന്ന വോട്ട് പെർസെൻറ്റേജ്. അപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ദില്ലിയിലേക്ക് അദ്ദേഹം ചുവട് മാറ്റുമ്പോൾ, ഗോൾമാർക്കിനടുത്തുള്ള ഓഫീസിലേക്ക് വന്നിരിക്കുമ്പോൾ ഡൽഹിയിൽ ലഭിച്ച വോട്ട് ശതമാനം എന്ന് പറയുന്നത് പാർട്ടിക്ക് ഡൽഹിയിലുള്ള ബേസ് എന്താണെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഉഷാറോടുകൂടി പാർട്ടിയെ നയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിസൾട്ട്സ് കൊണ്ടുവരാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പഴിയെല്ലാം കേൾക്കേണ്ടി വരും എന്നതാണ് നിലവിലെ സാഹചര്യമായി എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പാർട്ടി മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസിയിൽ മോദി സർക്കാർ ഫാസിസ്റ്റോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വിശദീകരണമായി CPI-യുടെ ഭാഗത്ത് നടക്കം എതിർപ്പുണ്ടായിരുന്നപ്പോൾ ഫാസിസ്റ്റ് സർക്കാരെന്നോ നവഫാസിസ്റ്റ് സർക്കാരെന്നോ വിളിക്കുന്നില്ല എന്നതാണ് ആവർത്തിച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി MA ബേബി കൊണ്ടുവരണം. കാരണം കേരളത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കൊപ്പം ഈ പീപ്പിൾസ് ഡെമോക്രസിയിൽ പറഞ്ഞ അഭിപ്രായവും അവിടെ കിടക്കുകയാണ്. അപ്പോൾ നവഫാസിസ്റ്റ് സ്വഭാവങ്ങൾ വ്യക്തമാക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യ സർക്കാർ എന്നൊക്കെ പറയണോ, അതോ ഫാസിസ്റ്റ് എന്ന് നേരിട്ട് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ വിളിക്കണോ? ആ കാര്യത്തിലെങ്കിലും ഒരു ഉറച്ച നിലപാട് CPIM എടുക്കണം. MA ബേബി എടുക്കണം. CPM-ൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാസിസ്റ്റ് ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പില്ല, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഫാസിസത്തിലേക്ക് നടന്നെടുക്കുന്ന പ്രവണതകളുള്ള എന്നാണ് പറയുന്നത്. അതാണ് ക്ലാരിറ്റി ഉണ്ട്. CPM-ന്റെ ക്ലാരിറ്റി ഇതാണെന്നേ. ഫാസിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജനാധിപത്യത്തിന് തെരഞ്ഞെടുപ്പില്ലാത്ത അവസ്ഥയാകുമ്പോൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കും. അപ്പം അതിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ് നിലപാട്. മാത്രമല്ല, ഇപ്പം സുജയ പറഞ്ഞതുപോലെ CPM-ന്റെ ഏറ്റവും ഒരു മോശപ്പെട്ട പീരീഡിലാണ് MA ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ MA ബേബിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ആരോഹണത്തിൽ ബംഗാൾ ഘടകത്തിന് എതിർപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ സൂര്യകാന്ത് മിശ്രയാണെങ്കിലും നീലോൽപിൽ ബസു ആണെങ്കിലും മുഹമ്മദ് സലീം ആണെങ്കിലും ഒക്കെ അവിടെ നിന്നുള്ള നേതാക്കൾ ബേബിക്ക് അനുകൂലമായിരുന്നില്ല. പക്ഷേ 2015 വിശാഖപട്ടണത്തിൽ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ കേരള ഘടകം അനുകൂലമായിരുന്നില്ല. മാത്രമല്ല, അന്ന് SRPയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, ഓർമ്മയില്ലേ? S രാമേന്ദ്രൻപിള്ളയെ മത്സരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു 2015. അപ്പം പക്ഷേ പാർട്ടി അവസാനം ഒരു പൊതു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ആ സംഘടനയിലെ ഏറ്റവും പരമോന്നത പദവിയായിരിക്കുമ്പോൾ പോലും CPM എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സംഘടനാ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനകത്ത് എപ്പോഴും ഈ പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഒരു വീറ്റോ പവറുള്ള പാർട്ടിയൊന്നുമല്ല. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഈ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ഒരു ബോഡിയാണെങ്കിൽ കൂടിയും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന ബോഡി കേന്ദ്ര കമ്മിറ്റിയാണ്. കേന്ദ്ര കമ്മിറ്റി ഈസ് മോർ പവർഫുൾ ദാൻ പോളിറ്റ് ബ്യൂറോ. പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനവും ഒക്കെ ആണെങ്കിലും അത് ഒരു പരമോന്നത ബോഡിയാണ്. അതിൽ നിന്ന് എന്താ പറയുക, ആറ്റിക്കുറുക്കിയെടുക്കുന്ന ആളുകളാണ്. പോളിറ്റ് ബ്യൂറോയിൽ ഈ പറയുന്ന 18 പേരിരുന്ന് നടത്തുന്ന ഡെലിബറേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്കഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് ആ തീരുമാനം CC-യിലേക്ക് വിടുകയും CC അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണല്ലോ CPM-ന്റെ രീതി. അപ്പോൾ അവിടെ ആ 18 പേർക്കിടയിൽ നല്ല രീതിയിലുള്ള ചർച്ചകൾ, അതിനാണ് ഞാൻ പറഞ്ഞത് ബിജു കൃഷ്ണനും അരുൺകുമാറും വന്നതിനെ ഞാൻ പോസിറ്റീവായി കാണുന്നതും അതുകൊണ്ടാണ്. കാരണം ഒപ്പീനിയൻസ് കൃത്യമായി പറയാൻ കഴിവുള്ള ആർജവമുള്ള തൊഴിലാളി കർഷക വിഷയങ്ങൾ, അതായത് താഴെ തട്ടിലുള്ള മുതലാളിമാരുടെ കാര്യം പറയാൻ വേറെ ആൾക്കാരുണ്ട്, തൊഴിലാളികളുടെ കാര്യം പറയാൻ പറ്റുന്ന രണ്ടുപേരും ഉണ്ട് എന്നുള്ളത് പോസിറ്റീവാണ്. ഈ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ ജനസംഘവുമായി ഒന്നിച്ച് പ്രവർത്തിക്കരുത് എന്നുള്ള നിലപാടെടുത്തത് CPM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുന്ദരയ്യയാണ്. P. സുന്ദരയ്യയുടെ നിലപാടെന്ന് പറയുന്നത് ജനസംഘവുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ പാടില്ല CPM എന്നാണ്. ആരാണ് നിലപാടെടുക്കുന്നത്? പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുന്ദരയ്യ. സുന്ദരയുടെ നിലപാടിനെ പോളിറ്റ് ബ്യൂറോ തള്ളിക്കളഞ്ഞു. സുന്ദരയ്യ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനവും പോളിറ്റ് ബ്യൂറോ അംഗസ്ഥാനവും രാജിവെച്ചു. അങ്ങനെ ചരിത്രമുണ്ട് പാർട്ടിക്ക്, CPM-ന്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരിക്കും, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിഗ് പോസ്റ്റ്, യാതൊരു സംശയവും വേണ്ട. പക്ഷേ സംഘടനാ സംവിധാനവും അതിൻ്റെ തീരുമാനങ്ങളുമാണ് എപ്പോഴും CPM-ന്റെ തീരുമാനങ്ങളെ നയിക്കുക. CPM-ന് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരാൾ അന്തിമ വാക്യമാകുന്നതേ ഇല്ല. മറ്റു പാർട്ടികളിൽ നിന്ന് CPM-നെ വ്യത്യസ്തമാക്കുന്നൊരു കാര്യം അതാണ്. അതുപോലെ തന്നെ സുജയ പറഞ്ഞ കണക്ക് ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് അകത്ത് കാര്യങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അത് റാറ്റിഫൈ ചെയ്യേണ്ടത്, അതിന് അന്തിമ അംഗീകാരം നൽകേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. ആ അർത്ഥത്തിൽ കേന്ദ്ര കമ്മിറ്റിയാണ് മോസ്റ്റ് പവർഫുൾ ബോഡി CPM-നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഓഫ് കോഴ്സ് CPM-ന്റെ ഒരു മോശം കാലത്ത് ജനറൽ സെക്രട്ടറി ആകാൻ വിധിക്കപ്പെട്ട ഒരാളാണ് MA ബേബി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ CPM-ന്റെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനകത്ത് ഇത്തരത്തിൽ ജാതിമത കാര്യങ്ങളൊന്നും ഒരു പരിഗണനയെ അല്ലെങ്കിൽ കൂടിയും MA ബേബി ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ മതമില്ലാത്ത ജീവനടക്കം കാത്തിരിക്കുന്നത് വെല്ലുവിളികളോ എന്നതായിരുന്നു ചോദ്യം. 3 പേരും ഒരുപോലെ യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.